പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ദാക്ഷായണി വേലായുധന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട നിവേദനം നൽകി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേര് ദാക്ഷായണി വേലായുധൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകര എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസിന് നിവേദനം നൽകി. താന്യം ഡിവിഷൻ മെമ്പർ KP സന്ദീപാണ് ഇത് സംബന്ധിച്ച ആവശ്യവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചത്. 1891 പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ദാക്ഷായണി വേലായുധൻ 1935 മുതൽ 10 വർഷക്കാലം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ചരിത്രബന്ധവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് അവർ നൽകിയ സംഭാവനകളും മുൻനിർത്തിയാണ് സ്കൂളിന് അവരുടെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഏക ദളിത് പ്രതിനിധിയും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവുമായിരുന്നു മലയാളിയായ ദാക്ഷായണി വേലായുധൻ. 1931 കൊച്ചി രാജ്യത്ത് ആദ്യമായി സ്കൂൾ ഫൈനൽ പാസ്സായ പട്ടികജാതി വനിത എന്ന നേട്ടവും 1934 ബിരുദം നേടിയ രാജ്യത്തെ ആദ്യ ദളിത് വനിത എന്ന ചരിത്ര ബഹുമതിയും അവർ നേടിയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പൗരാവകാശങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനുമായി സജീവമായി നിലകൊണ്ട ഈ മഹത് വ്യക്തിത്വത്തോടുള്ള ആദര സൂചകമായി സ്കൂളിന്റെ പേര് മാറ്റാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു.